ഒരു ചോദ്യം നോക്കാം. ഒരു വൃത്തത്തിന്റെ ആരം 8 സെന്റിമീറ്റർ ആണ്. അതിന്റെ ചുറ്റളവ് എത്ര? ചുറ്റളവ് 4 തുല്യ നീളങ്ങളാക്കി ഭാഗിക്കുന്നു. ഓരോ ഭാഗത്തിന്റെയും നീളം എത്ര? ഓരോ ചാപത്തിന്റെയും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? വൃത്തത്തിന്റെ ആരം 8 സെന്റിമീറ്റർ ആണ്. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് അതിന്റെ ആരത്തിന്റെ 2 പൈ മടങ്ങാണ്. ആരം r ആയാൽ വൃത്തത്തിന്റെ ചുറ്റളവ് 2 പൈ r ആണ്. ഇവിടെ വൃത്തത്തിന്റെ ആരം 8 സെന്റിമീറ്റർ ആണ്. അതിനാൽ ചുറ്റളവ് 2 പൈ ഗുണിക്കണം 8 അഥവാ 16 പൈ സെന്റിമീറ്റർ ആയിരിക്കും. ഈ ചുറ്റളവിനെ 4 തുല്യ നീളങ്ങളായി ഭാഗിച്ചാൽ ഓരോ ഭാഗത്തിന്റെയും നീളം 16 പൈ ബൈ 4 അഥവാ 4 പൈ സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഓരോ ഭാഗവും അഥവാ ചാപവും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ കേന്ദ്രത്തിലുള്ള ആകെ കോണായ 360ന്റെ 4/1 അഥവാ 90 ഡിഗ്രി ആയിരിക്കും.